ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ച കഴിഞ്ഞൊരു സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ടേ പെട്ടെന്ന് തന്നെ രാവിലത്തെ പണികളെല്ലാം തീർക്കണമായിരുന്നു. ആദ്യം തന്നെ മേളിൽ പോയി ഞാൻ പാത്രം കഴുകാനുള്ള ലിക്വിഡ് എടുത്തുകൊണ്ട് വന്നേ. അടുക്കളയിലും ഇല്ലായിരുന്നു. ഒന്ന് അകത്തെ അടുക്കളയിലും വെച്ചു, ഒന്ന് പുറത്തെ അടുക്കളയിലും വെച്ചു. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ലിക്വിഡാണ്. ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ച് ഉണ്ടാക്കിയത്. അത് നന്നായിട്ട് വന്നായിരുന്നു. 5 ലിറ്ററോളം കിട്ടി. അത് പിന്നെ ഇവിടെ ഇരുന്ന കുപ്പികളെല്ലാം അങ്ങ് നിറച്ച് വെച്ചതാണ്. അതിനുശേഷം പോയി കോഴി അഴിച്ചു വിട്ട് അവർക്ക് തീറ്റ കൊടുക്കണമായിരുന്നു. കോഴി അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഗൂസിനെ അഴിച്ചു വിടാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇവർക്ക് കുറച്ച് അരി വേവിച്ചതാണ് ഇത് തീറ്റ. അല്ലാതെ കോഴിത്തീറ്റയും കൊടുക്കും, എന്നിട്ട് ഇത് ഇടയ്ക്ക് കൊടുക്കും. എന്നിട്ട് പിന്നെ ആ അരി അങ്ങ് പാത്രമെല്ലാം കഴുകി കുറച്ച് അരി വെക്കാൻ വേണ്ടി അടുപ്പിലോട്ട് അങ്ങ് വെച്ചു. അടുപ്പില കോഴിക്കുള്ള അരി തിളപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൗവിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചു. അപ്പോഴത്തേക്ക് അച്ചാച്ചൻ ചെന്ന് ഗൂസിനെ അഴിച്ചു വിടുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് മീനെ തീറ്റ കൊടുക്കണമായിരുന്നു. അതാണെങ്കിൽ ഈ ഫസ്റ്റ് ടാങ്കിൽ 2-3 ടാങ്കുണ്ട് ഇവിടെ. ഈ ഫസ്റ്റ് ടാങ്കിൽ കാണുന്ന റെഡ് ബെല്ലിയാണ്. അതിവിടെ ഞങ്ങൾ കഴിക്കാറുണ്ട്. ബാക്കി വേറെ ആരും കഴിക്കാറില്ല, ഞങ്ങൾ രണ്ടുപേരും കഴിക്കാറുണ്ട്. ഇപ്പം ഇതിനകത്തൊക്കെ വരാലും കല്ലാമുട്ടി അത് ചുമ്മാ ഒരു രസത്തിന് വളർത്തിയേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ടാങ്കുണ്ട്, അതിൻ്റെ അകത്ത് മറ്റേ വേറൊരു മീന, അതൊരു ഓർണമെൻ്റൽ മീനാണ്. പിന്നെ ഇവർക്ക് രാവിലെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. സാധാരണ ബിസ്ക്കറ്റ് കൊടുക്കുന്നായിരുന്നു. പിന്നെ ഇന്നലെ അത് തീർന്നു പോയതുകൊണ്ട് പിന്നെ ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് പിന്നെ കൊടുത്തു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊരു വലിയ കാര്യം ആലോചിക്കുന്നത്, ഞാൻ പറയാം. ഇത് വന്നിട്ട് അപ്പം ഉണ്ടാക്കി. അപ്പത്തിൻ്റെ കറി ഞാൻ ഇന്നലത്തെ പൊട്ടറ്റോ കറി ഉണ്ടായിരുന്നു, ആ കറി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ആ കറി കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുള്ളൂ, തികയത്തില്ലെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത്. സാധാരണ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാൻ ഞാൻ പോകുന്നത്. പക്ഷേങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ എത്ര നേരം ഇട്ടിട്ടും ഗ്രീൻ പീസ് വെന്തില്ല. കുറേ നേരം ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കോഴിക്കുള്ള അരി ഇട്ടാണ് അത്. എന്നിട്ട് പിന്നെ കറി വെച്ച് ഒത്തിരി നേരം ഇരുന്നിട്ടാണ് കറി വെന്തത്. അപ്പോഴത്തേക്ക് പിന്നെ അച്ചാച്ചന് എവിടെയോ പോകണമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും കടിക്കാനുള്ള പാകത്തിന് വെന്തായിരുന്നു. ഒത്തിരി നല്ലോണം കൊഴുത്ത് വന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ നല്ലതായിട്ട് വെന്ത് അങ്ങനെ വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനത്തെ ഉള്ള വേവേ ഉള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് കഴിക്കാൻ കൊടുത്തു. സാധാരണ കഴിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ ഒന്നും കഴിക്കാറില്ല. ഇന്ന് പിന്നെ ഒത്തിരി 10:30 ആയി ബ്രേക്ക്ഫാസ്റ്റ് ശരിയായപ്പം. കറി ലേറ്റ് ആയതാണ്. പിന്നെ ചായ ഉണ്ടാക്കി പിന്നെ കഴിച്ചു. ഓക്കെ, ബൈ.